അടിമാലിയിൽ ഹർത്താൽ പൂർണ്ണം. വാളറയിൽ UDF-ന്റെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ ശയന പ്രദക്ഷിണം നടക്കുകയാണ്. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, ഇപ്പോൾ സമരം എങ്ങനെ പോകുന്നു? ശയന പ്രദക്ഷിണം തുടങ്ങിയോ? സുജയ പാർവതി, കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാത്ത വനമേഖലയിലെ നിർമ്മാണങ്ങൾ തടഞ്ഞ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെയാണ് UDF-ന്റെയും LDF-ന്റെയും ഹർത്താൽ ജില്ലയിലെ 3 പഞ്ചായത്തുകളിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ UDF-ന്റെ നേതൃത്വത്തിൽ വാളറയിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് റോഡിൽ ശയനപ്രദർശനം നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത്. 9 പ്രവർത്തകരാണിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ദേശീയപാതയിൽ ശയനപ്രദർശനം നടത്തുന്നത്. അല്പസമയം മുമ്പാണ് UDF-ന്റെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചത്. മുൻ DCC പ്രസിഡന്റ് ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നേതാക്കൾ സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്താത്തതാണ് ഇത്തരത്തിൽ നടപടികൾക്ക് കാരണമായതെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. അതിനെതിരെയാണ് പ്രതിഷേധം. ഇന്ന് രാവിലെ 6 മണിക്ക് ആരംഭിച്ച പ്രതിഷേധ പരിപാടി 3 പഞ്ചായത്തുകളിൽ പൂർണ്ണമാണ്. അടിമാലിയിൽ ഉൾപ്പെടെ സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഗ്രാമീണ മേഖലയിൽ വലിയ രീതിയിൽ ഹർത്താൽ ബാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. നേര്യമംഗലത്തും ഇരുമ്പുപാലത്തും 10-ാം മൈലിലും അടിമാലിലും ഉൾപ്പെടെ വാഹനങ്ങൾ തടയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ റോഡിൽ ശയന പ്രദർശനം നടത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. UDF-ന്റെ മുതിർന്ന നേതാക്കൾ പിന്തുണയുമായി ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. സംഭവവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അന്ന് അനുകൂലമായ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾക്കായിരിക്കും ജില്ല സാക്ഷ്യം വഹിക്കാൻ പോവുക. ഇപ്പോൾ നമ്മളുള്ളത് വാളറയിലാണ്. വാളറ മുതൽ നേര്യമംഗലം വരെയുള്ള 14 കിലോമീറ്റർ ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് മുടങ്ങുമെന്നാണ് LDF-ഉം UDF-ഉം ഒരേ സ്വരത്തിൽ പറയുന്നത്. സുജയ, വിവരങ്ങൾ നൽകിയത് രാഹുൽ സുരേഷ്.